ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഗോവയിൽ ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു കംപ്ലീറ്റ് ഗൈഡായിരിക്കും ഈ വീഡിയോ, അതുകൊണ്ട് മുഴുവൻ കാണണേ. ഇതതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അങ്ങനെ നമ്മൾ 28-ാം തീയതി രാവിലെ ഒരു 7:50 ആയപ്പോഴേക്കുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിലെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ ഡബോളിം എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ എയർപോർട്ടുള്ളത്. ബോർഡിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഡിജിയാത്ര എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആധാർ കാർഡും ബോർഡിംഗ് പാസും പിന്നെ നമ്മുടെ ഫോട്ടോയും എൻറോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ ബോർഡിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമ്പോഴത്തേക്കും കൂടുതൽ വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതിൽ QR കോഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ എയർപോർട്ടിൽ QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഓൾറെഡി ഫോട്ടോ അതിൽ എൻറോൾ ചെയ്തിട്ടുള്ളത് കൊണ്ട്. സോ ഡിജിയാത്രയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് കയറുന്നതിന് എളുപ്പമായിരിക്കും വെരിഫിക്കേഷൻ പ്രോസസ്സിന്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗേറ്റ് ആണുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത്. ശരിക്കും ഇതെനിക്കൊരു കൗതുകം തന്നെയായിരുന്നു. കാരണം ഒരുപാട് ചെടികൾ കൊണ്ടാണ് ഈ എയർപോർട്ട് അലങ്കരിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെന്നാണ്. പക്ഷേ ഇതെല്ലാം നല്ല ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഒറിജിനൽ ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവർ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല രസമാണ് എയർപോർട്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം അവർ അലങ്കരിച്ചിരിക്കുന്നത് മുള കൊണ്ടാണ്. മുളയും പിന്നെ നമ്മുടെ ചൂരലുണ്ടല്ലോ, ചൂരലൊക്കെ കൊണ്ടാണ് കുറേ അലങ്കാര പണികളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് ലോഞ്ച്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഞങ്ങൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ബാങ്കിൻ്റെ ചില ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനും ലോഞ്ച് ആക്സസ് ലഭിക്കും. അങ്ങനെ നമുക്ക് കാർഡ് ഉപയോഗിച്ച് 2 രൂപയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഒരാൾക്ക് 2 രൂപ വെച്ചിട്ട്. അങ്ങനെ 4 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് കഴിക്കുന്നത്. എല്ലാ കാർഡുകൾക്കും ഇങ്ങനൊരു എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല. സെലക്റ്റഡ് കാർഡിനാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഓർത്തു എയർപോർട്ട് ലോഞ്ച് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന്. 2 രൂപയല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എല്ലാ കാർഡുകൾക്കും അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ലാന്ന്. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയ്യിലുള്ള കാർഡ് മൊത്തം ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഈ 2 കാർഡിന് എലിജിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. 12:10 നമ്മുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് 11:30 ബോർഡിംഗ് ടൈം. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഗേറ്റിലേക്ക് പോയി. 1 മണിക്കൂറാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ടൈം. ഗോവയിൽ 2 എയർപോർട്ടാണുള്ളത്. ഒന്ന് ഡബോളിം എയർപോർട്ടും പിന്നെ മനോഹർ എയർപോർട്ടും. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഡബോളിം എയർപോർട്ടിലേക്കാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാണ്. ഈ ചിറകിനടുത്തുള്ള ജനാലയ്ക്കരികിൽ നമുക്ക് സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ പുറത്തുനിന്ന് എയറോപ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് നോക്കുകയും അത് കൺമറയുന്നത് വരെ നോക്കി നിൽക്കുകയും ചെയ്യുന്നൊരു ബാല്യമുള്ളവരായിരിക്കും നമ്മളിൽ പലരും. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. എങ്കിൽ പോലും ഇപ്പോഴും ഫ്ലൈറ്റിൻ്റെ ഒച്ച ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തിറങ്ങി നോക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എത്രയൊക്കെ ഡെവലപ്മെൻറ്റ് വന്നെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു കൗതുകം തന്നെയാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു എങ്ങനെയായിരിക്കും ഇതിനുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുക എന്ന്. അങ്ങനെ പുറത്തേക്ക് നോക്കി ഈ വിൻ മൂവ്മെൻറ്റ്സിനനുസരിച്ച് ഈ വിങ്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്നാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ഗോവയിൽ എത്തിക്കഴിഞ്ഞു. കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അങ്ങനെ ഗോവയിലെത്തി എയർപോർട്ടിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു. ഇത് ഗവൺമെൻറ് ടാക്സിയാണ്. ഗോവയിൽ ഊബർ അതുപോലെ റാപ്പിഡോ അതുപോലെയുള്ള ഓൺലൈൻ ടാക്സി ബുക്കിംഗ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കിതുപോലെ ടാക്സി ബുക്കിംഗ് സൗകര്യം പുറത്തിങ്ങനെ ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നിന്ന് വേണം ബുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ എയർപോർട്ടിനുള്ളിൽ തന്നെ ഗവൺമെൻറ് ടാക്സിയുടെ ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഹോട്ടലിലെത്തും. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ. വിന്തം ഗ്രൂപ്പിൻ്റെ റമദ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ മുറി. അപ്പോൾ ഇവിടെ ഒരു 4000-5000 റേഞ്ചിലാണ് അവരുടെ ഒരു ദിവസത്തേക്കുള്ള ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും വിന്തം റിവാർഡ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അതുവഴി നമുക്കിത് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അത്യാവശ്യം നല്ല ക്ലീനും അതുപോലെ തന്നെ ലക്ഷറിയസുമായിട്ടുള്ളൊരു ഹോട്ടലാണിത്. ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കും. പിന്നെ ലഞ്ചും ഡിന്നറും നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം ഇവിടുത്തെ ലഞ്ചും ഡിന്നറും നല്ല റേറ്റാണ്.
അതുകൊണ്ട് നമ്മൾ വന്ന ഉടനെ തന്നെ പുറത്തുനിന്ന് സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഭാഗ്യത്തിന് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ആക്റ്റീവ റെൻറ്റിനെടുത്തു. 500 ആയിരുന്നു റെൻറ്റ്. ആദ്യത്തെ ദിവസം നമ്മൾ കലങ്കട്ടെ ബീച്ചിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. കാരണം നമ്മൾ എത്തിയപ്പോഴത്തേക്കും തന്നെ 3 മണിയായി. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 ആയപ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, നമ്മുടെ ബൈക്കൊക്കെ റെൻറ്റിനെടുത്തതിന് ശേഷം. അതുകൊണ്ട് കലങ്കട്ടെ ബീച്ചിലേക്കാണ് പോകുന്നത്. കാരണം ഇത് ഹോട്ടലിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്താണ് ഉണ്ടായിരുന്നത്. ഗോവയിൽ മെയിനായിട്ടുള്ളത് ഈ ബീച്ചുകളും പിന്നെ കുറച്ച് ഫോർട്ട്, പിന്നെ കുറച്ച് പുരാതനമായിട്ടുള്ള പള്ളികൾ, ഇതൊക്കെയാണ് ഗോവയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഗോവയിൽ ട്രിപ്പ് പോകുമ്പോൾ നമുക്കിതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നോർത്ത് ഗോവയും സൗത്ത് ഗോവയും. നോർത്ത് ഗോവ കുറച്ചുകൂടി ക്രൗഡഡ് ആയിരിക്കും, സൗത്ത് ഗോവ കുറച്ചുകൂടി കാമായിരിക്കും. സോ നമ്മുടെ ഹോട്ടൽ നോർത്ത് ഗോവയിലായതുകൊണ്ട് നമ്മൾ കൂടുതലും ഇവിടെയുള്ള സ്ഥലങ്ങൾ, ബീച്ചസും ഫോർട്ടും ഒക്കെയാണ് കാണാനായിട്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം സൗത്ത് ഗോവയിലേക്ക് കുറച്ചും കൂടി നേരം ട്രാവൽ ചെയ്യാനുണ്ട്. നോർത്ത് ഗോവയിൽ നമ്മളിപ്പോൾ പോകുന്ന കലങ്കട്ടെ ബീച്ച്, ബാഗ ബീച്ച്, അഞ്ജന ബീച്ച്, വഗേറ്റർ ബീച്ച്, പിന്നെ ഫോർട്ടായിട്ടുള്ള അഗോഡ ഫോർട്ട്, അഗോഡ് ജയിൽ മ്യൂസിയം, ഇതൊക്കെയാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് മാർച്ച് എൻഡല്ലേ. ഇതൊരു സത്യം പറഞ്ഞാൽ ഓഫ് സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൗഡ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അല്ലെങ്കിൽ നോർത്ത് ഗോവ ശരിക്കും നല്ല ക്രൗഡഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഗോവ ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല ഈ സമയത്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം ചൂടുണ്ടായിരിക്കും, പക്ഷേ ഈ ക്രൗഡ് അത്യാവശ്യം കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. ആവശ്യത്തിന് സൺസ്ക്രീൻ കയ്യിൽ കരുതണം ഈ സമയത്ത് ഗോവയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എത്ര സൺസ്ക്രീൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയും സൺ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സൺ ടാൻ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല, മാനേജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വണ്ടിയൊക്കെ പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ ഐ ലവ് ഗോവ എന്ന് എഴുതിയതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു. അതാണല്ലോ മെയിൻ. പിന്നെ ഈ ഒരു സീസണിലും വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ സ്പോർട്സിൻ്റെ ആൾക്കാർ നമ്മളോട് വന്ന് പറഞ്ഞു ലാസ്റ്റ് ട്രിപ്പ് പോവുകയാണ്, കയറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയറിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കയറിയില്ല, കാരണം ബാലി ചെന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ ചെയ്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ച് സൈഡിലൂടെയൊക്കെ നടന്നു. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഓരോരോ റെസ്റ്റോ ബാർസാണ്. സോ അവർ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ലൈറ്റും നല്ല വോളിയത്തിൽ മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി നടന്നു പോവുകയാണെങ്കിൽ അവരിൽ ആൾക്കാർ വന്നിട്ട് നമ്മളെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യും. വാ കയറൂ, കുറേ ഫുഡുണ്ട്, കുറേ ഡ്രിങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കടലിനോട് ചേർന്ന് നടന്നു. നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലെ കടൽ തീരത്തായതുകൊണ്ടാണോ എന്നറിയില്ല, കടൽ എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ്. നല്ല രസമാണ് ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ബീച്ചിൽ വന്നിങ്ങനെ സൈഡിലൂടെ നടന്ന് സംസാരിക്കാനൊക്കെ. ഗോവയിലെ ബീച്ച് ആൻഡ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടവർക്ക് ഈ കലങ്കട്ടെ ബീച്ചും ബാഗ ബീച്ചും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൂരെ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസിന് ശേഷം ഇതുപോലെ കുറേ റെസ്റ്റോ ബാർസ് കണ്ടു. പിന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, അതാണ് ബാഗ ബീച്ച്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കലങ്കട്ടെ ബീച്ചും ബാഗ ബീച്ചും കവർ ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് നടന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കലങ്കട്ടെ ബീച്ച് ഒരു നല്ല ഓപ്ഷനാണ്. അഞ്ജന ബീച്ചിൽ ഇതുപോലെ ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടത്തെക്കാളും കുറച്ചും കൂടി നല്ല വിലയായിട്ട് തോന്നിയത്, കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള വിലയായിട്ട് തോന്നിയത് ഇവിടുത്തെ കടകളിലെ സാധനങ്ങൾക്കാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി. സത്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു ചേട്ടനും ചേച്ചിയും പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇതുപോലെ മ്യൂസീഷ്യൻസ് കാണും. അവർ വന്ന് കുറച്ച് നേരം പാട്ട് പാടിയിട്ടൊക്കെ പോവും. അപ്പോൾ കസ്റ്റമേഴ്സായിട്ട് നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ പാടിയ പാട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവർ പാടി. പാട്ട് നല്ല അടിപൊളിയായിരുന്നെങ്കിലും ഫുഡ് ഒട്ടും കൊള്ളില്ലായിരുന്നു. ശ്യാമ താലിയും ഞാൻ പാസ്തയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഫുഡിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന സീ ഫുഡ് നല്ല ഫ്രഷായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ഫുഡിനൊന്നും അത്ര ടേസ്റ്റൊന്നുമില്ല. അങ്ങനെ ഗോവയിലെ ഫസ്റ്റ് ഡേയിലെ പ്രയാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഗോവൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഗൈഡായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.